ധന്യനായ കർത്താവിന് മഹത്വം. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യത്തിൻ്റെ അവസാനത്തെ ഭാഗത്തിൽ ഇങ്ങനെ വായിക്കുന്നു. ഇസ്ഹാക്ക് തൻ്റെ അപ്പനായിരിക്കുന്ന അബ്രഹാമിനോട് ചോദിക്കുന്ന ചോദ്യമാണ്, അപ്പാ തീയും വിറകുമുണ്ട്, ഹോമയാഗത്തിനുള്ള മൃഗം എവിടെ? അതിന് തൻ്റെ അപ്പനായിരിക്കുന്ന അബ്രഹാമിന് ഉത്തരം കൊടുക്കുകയാണ്, ദൈവം തനിക്ക് ഹോമയാഗത്തിനുള്ള ഒരു മൃഗത്തെ നോക്കിക്കൊള്ളും മകനെ എന്നുത്തരം. അബ്രഹാമിന്റെ ആ ഒരു സമയത്തെ മാനസികാവസ്ഥ നമ്മുടെ സാധാരണ ഒരു മനുഷ്യന്റെ ബുദ്ധിക്ക് അപ്രാപ്യമായ രീതിയിലുള്ള ഒരു മാനസികാവസ്ഥയിൽ കൂടി ആയിരിക്കാം പ്രിയ പിതാവ് കടന്നു പോകുന്നത്. കാരണം ദീർഘവർഷങ്ങളായി കാത്തിരുന്ന് ദൈവിക വാഗ്ദത്തം പ്രാർത്ഥിച്ച് ഉപസിച്ച് പ്രാപിച്ച ഒരു ദൈവ മനുഷ്യൻ ഒന്ന് മാറി സന്തോഷിച്ച ഒരു അനുഭവം. ഇസ്മായിൽ മതി എന്ന് പറഞ്ഞൊരു ഒരു അവസ്ഥ, ആ ഒരു മാനസികാവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്കണം. ഇസ്മായിൽ മതി എന്ന് വരെ പറഞ്ഞു വെച്ചതാണ്. നമ്മളൊക്കെ പറയുന്നത് പോലെ ജീവിതത്തിൽ ഒരുപാട് അങ്ങ് പ്രാർത്ഥിച്ചിട്ട്, ഒരുപാട് വർഷങ്ങളായി നമ്മൾ പ്രാർത്ഥിച്ചിട്ട് നമ്മുടെ പ്രാർത്ഥന വിഷയം മറുപടി വരാതിരിക്കുമ്പോൾ എന്തെങ്കിലും കിട്ടി, അതായത് സംതിങ് ഇസ് ബെറ്റർ ദാൻ നത്തിങ് എന്നുള്ള സാധാരണ പഴഞ്ചൊല്ല് പോലെ അബ്രഹാം പറയുന്നത്, എനിക്ക് ഇസ്മായിൽ എന്റെ മുമ്പിൽ ജീവിച്ചിരുന്നാൽ മതി കർത്താവേ, അങ്ങ് വലിയ കാര്യങ്ങളൊന്നും പറയണ്ട, അങ്ങ് തന്നതിന് നന്ദി, എനിക്ക് തന്നല്ലോ, എന്റെ നിന്ന മാറിയല്ലോ, ദേശത്ത് ഞാൻ വിളിക്കുന്ന ദൈവം എനിക്ക് വേണ്ടി മറുപടി തന്നല്ലോ, എനിക്കത് മതി, എനിക്ക് ധാരാളം എന്ന് പറഞ്ഞ് ഒഴിയാൻ ശ്രമിക്കുന്ന അബ്രഹാമിനെ പിടിച്ചേൽപ്പിച്ചത്. കാരണം ഒരു വാഗ്ദത്വമാണ്. നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ദൈവത്തിന്റെ പലതരത്തിലുള്ള, അത് ദൈവത്തിന്റെ മനസ്സിലുള്ളത് നമ്മുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യുന്നത്. നമ്മളെ ചിന്തിക്കുന്ന പോലെ, നമ്മൾ ആഗ്രഹിക്കുന്ന പോലൊന്നും ആകണമെന്നില്ല നമ്മുടെ ജീവിതത്തിൽ ദൈവം അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ കാത്ത് അറ്റുനോറ്റിരുന്ന് കിട്ടിയ ഒരു പൈതലിനെ മോറിയദേശത്ത് താൻ പറയുന്ന സ്ഥലത്ത് കൊണ്ട് ഒരു ഹോമയാഗം കഴിക്കണമെന്ന് ഒരു ദിവസം ദൈവം അബ്രഹാമിനെ വിളിച്ചിട്ട് കൽപ്പിക്കുക. അനുസരിക്കുമോ ഇല്ലയോ എന്നുള്ളതാണ്. ആരംഭം മുതൽ ദൈവം എപ്പോഴും നോക്കുന്നത് പ്രത്യേക സന്ദർഭങ്ങളിൽ ഏതൻ തോട്ടത്തിലും തന്നെ അനുസരിക്കുമോ എന്നുള്ളതാണ്. ഇസ്രായേലിന്റെ ആദ്യ രാജാവായിരിക്കുന്ന ശൗലിനോടുള്ള ബന്ധത്തിൽ ദൈവം അവനെയും പരീക്ഷിച്ച് അനുസരിക്കുമോ എന്നുള്ളതാണ്. ഇവിടെ അബ്രഹാമിനോടുള്ള ബന്ധത്തിലും അനുസരിക്കുമോ എന്നുള്ളത് അത് മാത്രമാണ് ദൈവത്തെ. അപ്പോൾ അനുസരണം ഒരു വലിയ ഘടകമാണ് ദൈവത്തിലുള്ള മനുഷ്യരോടുള്ള ബന്ധത്തിൽ. ദൈവവുമായിട്ടുള്ള ഒരു അനുഭവം നമ്മൾ നോക്കുമ്പോൾ അതിപ്രധാനമായ ഒരു ഘടകമായിട്ട് അനുസരണത്തെ കാണുവാണ്. അതാണ് അനുസരണം ബലിയേക്കാളും എന്ന് ശൗലിനോട് ദൈവത്തിന്റെ ആത്മാവ് അരുളപ്പാട് കൊടുക്കുന്നു. അപ്പോൾ അബ്രഹാം അനുസരിച്ച് കൊണ്ടുപോകുന്ന അവന്റെ മാനസികാവസ്ഥയുടെ മധ്യത്തിൽ നിൽക്കുമ്പോൾ നാമൊക്കെ ആണെങ്കിൽ എന്താ മറുപടി പറയുന്നത് നമുക്കറിയത്തില്ല. നമ്മുടെയൊക്കെ വീടുകളിൽ നടക്കുന്ന നമ്മൾ ചിന്തിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ ഒരു പെൺകുഞ്ഞിന്റെ വിവാഹം നടക്കുവാനായി അതിന് സാമ്പത്തികമായ ബുദ്ധിമുട്ടുണ്ട്. ആമീൻ എങ്ങനെ നടക്കുമെന്നോർത്ത് ദൈവത്തിന്റെ വയതിലെ മാതാപിതാക്കൾ സംസാരിക്കുന്ന നമ്മുടെ വായിലെ വാക്കിൽ ജീവനും ഉണ്ട് മരണവും ഉണ്ടെന്നാണ് തിരുവഴുത്ത് നമ്മളെ പഠിപ്പിക്കുന്നത്. വായിലെ വാക്കുകൾ ജീവിതത്തിൽ ഏത് കഷ്ടത്തിലൂടെ ഭാരം പോയാലും കണ്ണുനീരിൽ കൂടെ പോയാലും നമ്മുടെ ചുറ്റും നിൽക്കുന്ന ബലഹീനർ നമ്മുടെ ചുറ്റും നിൽക്കുമ്പോൾ ബലമുള്ള വാക്ക് പറയാൻ ഒരാൾക്ക് കഴിയണം. അബ്രഹാമിന്റെ ഒരു ബലമുള്ള വാക്കാണ് പറയുന്നത്. തന്നെ കത്തിക്കുവാനുള്ള വിറക് ചുമടുമായി നടന്നു നിന്ന് കൗമാരക്കാരനായിരിക്കുന്ന തന്റെ മകനോട് പറയുന്നു, ദൈവം നോക്കിക്കോളും, ദൈവത്തിനാണ് ഹോമയാഗം വേണ്ടത്, അതിനുവേണ്ടിയുള്ളതിനെ ദൈവം ക്രമീകരിച്ചോളും മകനെ എന്ന ധൈര്യത്തോടെ ഇതുകൊണ്ടാണ് ഈ അബ്രഹാമിനെ പോലുള്ള വിശുദ്ധന്മാരെ 3 ജാതികൾക്ക് ബഹുജാതികൾക്ക് ഈ അബ്രഹാമിൽ വിശുദ്ധനായ മനുഷ്യനെ പിതാവാക്കിയത് വെറുതെ ഒന്നുമല്ല. അവരിലെ ക്വാളിറ്റി ഉണ്ടായിരുന്നു. അവർ ദൈവസന്നിധി തെളിഞ്ഞവരായിരുന്നു. ദൈവം തന്നെ പറയുന്നുണ്ട്, ഞാൻ അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം ആയി നിങ്ങളുടെ പിതാക്കന്മാർ. ദൈവത്തിന് യാതൊരു എബ്രായ ലേഖനത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, ദൈവത്തിന് അത് പറയുമ്പോൾ ലജ്ജയില്ല. അബ്രഹാമിന്റെ ഇസ്ഹാക്കിന്റെ യാക്കോബിന്റെ ദൈവമാണ് താനെന്ന് പറയുന്നതിന് ദൈവത്തിന് യാതൊരു ലക്ഷ്യവുമില്ല എന്ന് എബ്രായ ലേഖനത്തിൽ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തുന്നത്. എന്താണ് കാരണം? അബ്രഹാമിന്റെ ജീവിതം പരിശോധിച്ച് തെളിഞ്ഞവനായിരുന്നു. ദൈവസന്നിധിയിൽ സകലത്തിലും തികഞ്ഞവനും തെളിഞ്ഞവനുമായിരുന്നു. അതുപോലെ തന്നെ ഇസ്ഹാക്കിന്റെയും ജീവിതത്തിൽ ആ പിതാവിന്റെ മുഴുവൻ ക്വാളിറ്റിയും ആ മകനിലുണ്ടായിരുന്നു. ആ യാക്കോബിലേക്ക് വരുമ്പോഴും വലിയ പേടിയും ഭയവും ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും പിന്നത്തേതിൽ യാക്കോബ് ആളുമാറിയവനെ പോലെ ആയിത്തീർന്നതായി നമുക്ക് കാണുവാനായി കഴിയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ദൈവത്തിന് യാതൊരു ലജ്ജയുമില്ല ഈ പിതാക്കന്മാരെ തന്റെ നാവിലെടുത്തിട്ട് ഞാൻ അബ്രഹാമിന്റെ ഇസ്ഹാക്കിന്റെ യാക്കോബിന്റെയും
ദൈവമായി നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവം. നമ്മുടെയൊക്കെ വീടുകളിൽ ഇങ്ങനെയുള്ള പ്രതിസന്ധികൾ ഉരുത്തിരിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ഭർത്താവ് പറയും, ഇവളെ കെട്ടി അന്ന് മുതല ജീവിതത്തിൽ കഷ്ടത തുടങ്ങിയത്. ഭാര്യയാണെങ്കിൽ അതിനപ്പുറം കയറി ഒരു പടി കൂടെ കയറി. ഈ ഈ എന്താണ് പറയുക, ബന്ധുക്കോസുകാരാണെന്നൊന്നും, ശേഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടവരാണെന്നൊന്നും, കൈകൊട്ടുവന്ന പാടുവന്ന ഡ്രം അടിക്കുക, ഇതൊന്നും അവരുടെ വിഷയമല്ല. ദേഷ്യം വന്നു കഴിഞ്ഞാൽ ഈ മുടിഞ്ഞവന്റെ തലയിൽ ഞാൻ കയറിയതിനു ശേഷം എന്റെ ജീവിതം തകർന്നു എന്ന് പറയുന്ന സഹോദരിമാരും നമ്മുടെ ഇടയിലുണ്ട്. അപ്പൊ ജീവിതത്തിന്റെ പ്രതിസന്ധി വരുമ്പോൾ, തകർച്ച വരുമ്പോൾ നമ്മുടെ വായിൽ നിന്ന് വരുന്ന വാക്കാണ് ദൈവം നോക്കുന്നത്. അതാണ് അബ്രഹാം. അബ്രഹാമിന്റെ വായിൽ നിന്ന് വന്ന വാക്കാണ് അവന്റെ ക്വാളിറ്റി. ദൈവത്തിനൊരു ഹോമയാഗം വേണം. അതിനുള്ള ഹോമയാഗം മൃഗത്തെ ദൈവം തന്നെ കണ്ടെത്തിക്കൊള്ളും. അബ്രഹാം പറഞ്ഞതുപോലെ അവന്റെ ജീവിതത്തിൽ സംഭവിച്ചു എന്ന് നോക്കണമേ. ഹോമയാഗത്തിന് വേണ്ടി ആമീൻ സ്തോത്രം യാഗപീഠം ഒരുക്കി വിറകടുക്കി ആമീൻ തന്റെ മകനെ അതിനുവേണ്ടി ഒരുക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവന്റെ പിന്നിൽ ആമീൻ സ്തോത്രം കുരുങ്ങി, കാട്ടുവള്ളിയിൽ കുരുങ്ങി ഒരു 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 കൊഴുത്ത ഒരു ആട് ഹോമയാഗത്തിന് വേണ്ടി ദൈവം ഒരുക്കുന്നു. അബ്രഹാം പറഞ്ഞ വാക്കിന് ദൈവത്തിന്റെ വയതിൽ നിന്റെ ജീവിതത്തിന് പ്രതിസന്ധി വരുമ്പോൾ നിന്റെ വായിൽ നിന്ന് എന്ത് വരുന്നു എന്നാണ് ദൈവം നോക്കുന്നത്. നീ നല്ലത് പറഞ്ഞാൽ, ഇല്ല ഞാൻ ഇതിനെ അതിജീവിക്കും, നിശ്ചയമായും ജഗടലിന്റെ മുമ്പിൽ 2020 ഈഗോവിന്റെ മുമ്പിൽ ഇടിഞ്ഞു പോകും, അല്ലെങ്കിൽ ഈ യോർദാനിന്റെ മുമ്പിൽ വാറ്റിപ്പോകുന്നു, വിശ്വാസത്തോട് ഒരു ദൈവത്തിന്റെ പൈതൽ പറഞ്ഞു കഴിഞ്ഞാൽ നീ പറയുന്ന അതേപോലെ തന്നെ സാധിക്കുവാൻ്റെ കൊണ്ട്. നീ ഒന്ന് പരീക്ഷിച്ച് നോക്കേണ്ട. കർത്താവ് പറഞ്ഞു, വിശ്വാസത്തോട് കാട്ടത്തിയോട് കടലിൽ പോകാൻ പറഞ്ഞാൽ പോകുമെന്ന് കർത്താവാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കത് പറയാനുള്ള ധൈര്യമില്ല, നമുക്കത് പറയാനുള്ള ചങ്കൂറ്റമില്ല, നമുക്കത് പറയാനുള്ള വിശ്വാസമില്ല. ദൈവത്തിന് പൈതൽ നീ ഒന്ന് പറഞ്ഞു നോക്ക്. അബ്രഹാം പറഞ്ഞതുപോലെ ദൈവം നോക്കിക്കൊള്ളും മകനെ എന്ന് പറഞ്ഞു. ഒരുപക്ഷെ അതിന്റെ അവസാന മൂമെന്റിലായിരിക്കും എന്താണ് അബ്രഹാം പറഞ്ഞതിന്റെ മറുപടി വന്നെന്ന് അവസാന സമയത്താണ്. തന്റെ മകനെ ഒരുക്കി അതിനുവേണ്ടി കത്തിയെടുക്കുമ്പോൾ യാഗം അവിടെ നടന്നുവെന്ന് ദൈവം തന്നെ തന്റെ മനസ്സിൽ അംഗീകരിച്ച ഒരു സമയത്താണ് അവന്റെ പിന്നിൽ അവൻ അതുവരെയും കാണാതെ കിടന്നതിനെ കണ്ടെത്തുവാൻ കൊണ്ട് കഴിഞ്ഞു. ദൈവത്തിന്റെ മേലിൽ വിശ്വാസത്തിന്റെ വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ ചുറ്റും ഒന്നുമില്ലാത്ത ശൂന്യതയിൽ നിന്നുകൊണ്ടാണ് നീ പറയുന്നതെങ്കിലും നിന്റെ മുന്നിലോ നിന്റെ പിന്നിലോ നിന്റെ വശങ്ങളിലോ ആ മിസ്വത്രം നീ പറയുന്നത് നിവൃത്തിയായി വരത്തക്കോണം ഒരു ക്രമീകരണം സർവശക്തനായ ദൈവം നിനക്ക് വേണ്ടി ഒരുക്കുമെന്ന് ഇപ്പൊ പരിശുദ്ധാത്മാവ് പറയുകയാണ്. നിനക്ക് വേണ്ടി ഏറ്റവും തേജസ്സുള്ളത്, ഏറ്റവും കൊഴുപ്പ്, ഏറ്റവും തടിച്ചത്, ഏറ്റവും മേന്മയുള്ളതിനെ ഒന്നിനെ ദൈവം നിന്റെ ഒന്നിൽ നിന്റെ വലതുവശല്ല, നിന്റെ ഇടതുവശല്ല, നിന്റെ മുമ്പിലല്ല, നിന്റെ പിന്നിൽ നിനക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. വിശ്വാസത്തിന്റെ വാക്ക് പറയുവാൻ ശീലിക്കുക. അബ്രഹാം പറഞ്ഞതുപോലെ ദൈവം കരുതിക്കൊള്ളും മകനെ. യാഥാർത്ഥ്യം അബ്രഹാമിന് മാത്രം അറിയാം, ദൈവത്തിനും അറിയാം. പക്ഷെ യാഥാർത്ഥ്യത്തിന് അപ്പുറം കടന്നിട്ട് വിശ്വാസത്താൽ കണ്ടുകൊണ്ട് അവൻ പറഞ്ഞു, ഹോമയാഗത്തിന് ഒരു മൃഗത്തെ ദൈവം കരുതിക്കൊള്ളും. ദൈവത്തിന്റെ പൈതലിൽ നീയും പറ, നിന്റെ കുഞ്ഞുങ്ങളോട് നീ പറ, നിന്റെ ബലഹീനായിരിക്കുന്ന കുഞ്ഞുങ്ങളോട് നീ പറ, നിന്റെ ബലഹീനായിരിക്കുന്ന ഭർത്താവിനോട് നീ പറ, നിന്റെ ബലഹീനയായിരിക്കുന്ന ഭാര്യയോട് പറ, ദൈവം കരുതിക്കൊള്ളും, ദൈവം കരുതിക്കൊള്ളും, ദൈവം കരുതിക്കൊള്ളും. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ